നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഓണം സീരീസ് ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏതൊക്കെ മെത്തേഡുകൾ ഉണ്ടതിനെ പറ്റിയിട്ട് അവിടെ പറയുന്നത്. എല്ലാവർക്കും എല്ലാ മെത്തേഡും ചിലപ്പോൾ സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവരവർക്ക് പറ്റുന്ന ഏതാണോ അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് നമ്മൾ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ചിലർക്ക് ചിലപ്പം തക്കാളി സ്യൂട്ടാവത്തില്ല, ചിലർക്ക് ചിലപ്പോൾ പൊട്ടറ്റോ സ്യൂട്ടാവണമെന്നില്ല, അലോവേര ജെൽ സ്യൂട്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഓണം സ്കിൻ ബ്രൈറ്റനിങ് സീരീസിനകത്ത് ഞാൻ പല മെത്തേഡ്സ് പറയുന്നുണ്ട്. അപ്പം ആദ്യത്തേതിൽ ഞാൻ തക്കാളിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. തക്കാളി ഫേഷ്യൽ ആയിരുന്നെങ്കിൽ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ. ഈ രണ്ടാമത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് പൊട്ടറ്റോ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു അധികം ബേസിക്കും അല്ല, അധികം ആസിഡിക്കും അല്ല, ന്യൂട്രൽ ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഒന്നാണ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഫൈൻ ലൈൻസും വ്രിങ്കിൾസും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ, അതായത് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മുഖത്തിനെ ഒന്ന് ചെറുപ്പമാക്കി വെക്കാനും പൊട്ടറ്റോ സഹായിക്കും. അതിൽ ധാരാളം എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട്. ആ എൻസൈമുകളൊക്കെ തന്നെ നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറ്റാനായിട്ടും സഹായിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ മുഖത്ത് വ്രിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ നല്ലൊരു ഓപ്ഷനാണ്. അത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നതുമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും. അതോടൊപ്പം ഈ ബ്രൗൺ സ്പോട്ടുകളൊക്കെ കാണും ചിലരുടെ മുഖത്ത്, അതായത് വലിയ പിഗ്മെൻറ്റേഷൻ അല്ല, ചെറിയ ചെറിയ ബ്രൗൺ കുത്തുകളൊക്കെ കാണാറുണ്ട്. അതൊക്കെ മാറാനായിട്ട് പൊട്ടറ്റോ സഹായിക്കും. പക്ഷെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അതോടൊപ്പം കണ്ണിൻ്റെ അടിയിൽ പലർക്കും ഉണ്ട് കറുപ്പ് എന്ന് പറയുന്നത്. അതായത് കുറേ സമയം ലാപ്ടോപ്പിൻ്റെ മുമ്പിലും ഫോണും ഒക്കെ നോക്കിയിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വരാനായിട്ട് കാരണമായി തീരും. ആ കറുപ്പ് മാറ്റാനായിട്ടും പൊട്ടറ്റോ വളരെയധികം സഹായിക്കുന്നതാണ്. അതായത് ഒരു പൊട്ടറ്റോ സ്ലൈസ് ചെയ്ത് വട്ടത്തിലെടുത്തിട്ട് നമ്മൾ രണ്ട് കണ്ണിൻ്റെ അടിയിലുമായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ ദിവസവും ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സലൻറ്റ് റിസൾട്ട് തന്നെ കിട്ടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. 1-2 ദിവസം കൊണ്ട് കിട്ടില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായ മാറ്റം കിട്ടും. പൊട്ടറ്റോ നീര് നമ്മുടെ മുഖത്ത് തേക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. സ്കിന്നിൻ്റെ ആ ഒരു നിറം നമുക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇതിലും ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട്. വൈറ്റമിൻ സി ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ധാരാളം വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഉടച്ച് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതിലെ വൈറ്റമിൻസ് ഒക്കെ പുഴുങ്ങി കഴിയുമ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ പുഴുങ്ങാനോ അതുപോലെ വേവിക്കാനോ ഒന്നും തന്നെ നിൽക്കരുത്. പച്ചയ്ക്ക് തന്നെ നമ്മളിത് യൂസ് ചെയ്യണം. ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ആ ജ്യൂസ് നമ്മൾ വെള്ളം ചേർക്കാതെ നമുക്കിത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു നല്ലൊരു ടോണറായിട്ട് നമുക്ക് ഈ ജ്യൂസ് ഉപയോഗിക്കാം. ആവശ്യമുള്ളപ്പോൾ വേണ്ടത്ര ജ്യൂസ് എടുക്കുക. അതിലേക്ക് റോസ് വാട്ടറാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വെള്ളമോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു കോട്ടണിൽ മുക്കിയിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലുമൊക്കെ ആകമാനം നല്ല രീതിയിൽ തേക്കുക. അതിനുശേഷം അത് നല്ല രീതിയിൽ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഉണങ്ങിക്കഴിയും. അത് അല്ലെങ്കിൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ മുഖത്ത് വെച്ചേക്കാം. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളത്തിലല്ല, നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്ന. ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇത് വളരെ ഇഫക്റ്റീവാണ്. വേറെ ഒന്നും തന്നെ ഈ പൊട്ടറ്റോയുടെ കൂടെ ആഡ് ചെയ്യണമെന്നില്ല. ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്ക് വേറെ ചിലവുകളൊന്നും തന്നെ ഇല്ലല്ലോ. ഒരു പൊട്ടറ്റോ എടുക്കുക, ഗ്രേറ്റ് ചെയ്യുക. ആ ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളം ചേർക്കാതെ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യത്തിന് നമ്മൾ പുറത്തെടുക്കുക. അതിലേക്ക് നമ്മുടെ മുഖത്ത് തേക്കാൻ വേണ്ടിയുള്ള വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ എടുക്കുക. എന്നിട്ടത് മിക്സ് ചെയ്ത് നമുക്കൊരു കോട്ടണിൽ മുക്കി മുഖത്ത് തേക്കുക. അത് മുഖത്ത് നമ്മുടെ കഴുത്തിലും ഒക്കെ തേക്കുക. അത് നമ്മുടെ മുഖത്തും കഴുത്തിലും അവിടെ കിടക്കും. നമുക്ക് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാവുന്നതുമാണ്. നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും. ബ്രൗൺ സ്പോട്ടും പിഗ്മെൻറ്റേഷനും അതുപോലെ മൂക്കിൻ്റെ സൈഡിലുള്ള കറുപ്പും ചുണ്ടിൻ്റെ സൈഡിലുള്ള കറുപ്പും നെറ്റിയിലുള്ള കറുപ്പും ഒക്കെ മാറാനായിട്ട് സാധിക്കും. കരിവാളിപ്പ് മാറാനും കഴുത്തിൻ്റെ അവിടെയുള്ള കറുപ്പും കണ്ണിനടിയിലെ കറുപ്പും ഒക്കെ മാറി നമ്മുടെ ക്ലിയർ സ്കിൻ കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ഇനി നമുക്കൊരു ഫേഷ്യലായിട്ട് ഉപയോഗിക്കാം. ഒരു ഫേഷ്യലിൻ്റെ രീതിയിൽ ഒരു പാക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുക്കുക. അതിലേക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പയറുപൊടി, കടലമാവിന് പകരം
പൊട്ടറ്റോ ജ്യൂസും പയറുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതും വളരെ ഇഫക്റ്റീവാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. 15 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. നമുക്ക് വിസിബിൾ ആയിട്ട് തന്നെ ഇത് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു ഫംഗ്ഷനോ ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് 2 ആഴ്ച മുമ്പ് ഇത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് കിട്ടും. അല്ല നിങ്ങൾക്ക് ഇതിനു പോലും സമയമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുക്കുക, ആവശ്യത്തിന് വെള്ളമോ റോസ് വാട്ടറോ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒരു കോട്ടണിൽ മുക്കി. എന്നിട്ട് സാവധാനത്തിൽ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഖത്ത് നോർമൽ വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി. അതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതെടുത്ത് വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെ വെള്ളം ചേർക്കാതെയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ടും സാധിക്കും. ഇതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് വിസിബിൾ റിസൾട്ട് കിട്ടാനും വളരെ എളുപ്പമെന്ന് നമുക്ക് ചിലവില്ലാതെ കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഓണം സീരീസുമായിട്ട് റിലേറ്റ് ചെയ്ത എൻ്റെ 2ാമത്തെ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.